നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച മുൻ മുഖ്യമന്ത്രിയുടെ മുഴുവൻ ഗൺമാന്മാരുടെയും ജാമ്യാപേക്ഷകൾ ഒരുമിച്ച് പരിഗണിക്കും. 1ഉം 2ഉം പ്രതികളും 3 മുതൽ 5 വരെ പ്രതികളും 2 അപേക്ഷകളാണ് നൽകിയത്. ആലപ്പുഴ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസ് ആണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ഫൈസൽ അസീസ് കൂടുതൽ വിശദാംശങ്ങൾ നൽകാനുണ്ട്. ഫൈസൽ, ഈ ഗൺമാന്മാരുടെ ജാമ്യാപേക്ഷകൾ ഒരുമിച്ച് പരിഗണിക്കാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. എപ്പോഴാണ് പരിഗണിക്കുന്നത് ജാമ്യാപേക്ഷ? കേസിൽ 1ഉം 2ഉം പ്രതികളായ ഗൺമാൻ അനിൽകുമാർ, അതുപോലെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് എന്നിവരുടെ ജാമ്യാപേക്ഷ 5-ാം തീയതിയിലേക്ക് പരിഗണിക്കാനാണ് നേരത്തെ കോടതി ലിസ്റ്റ് ചെയ്തത്. പിന്നീട് ഇന്ന് മറ്റ് 3 പ്രതികളുടെ, അതായത് SIT പ്രതിപട്ടികയിൽ ചേർത്ത 3 പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് ഇന്ന് കോടതി പരിഗണിക്കുന്നത്. അതിനിടെയാണ് പ്രതിഭാഗം 5-ാം തീയതിയിലേക്ക് നീട്ടിവെച്ച കേസ് ഇന്ന് തന്നെ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് അഡ്വാൻസ് പെറ്റീഷൻ നൽകുന്നത്. ഈ അഡ്വാൻസ് പെറ്റീഷൻ ഇപ്പോൾ കോടതി അംഗീകരിച്ചിട്ടുണ്ട്. ഈ അവസാന കേസായിട്ടാണ് ഈ കോടതി ഈ കേസ് പരിഗണിക്കുന്നത്. ശരി.